ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാർക്കറ്റിംഗ് റിസർച്ച് പ്രോസസ് എന്ന ടോപ്പിക്കാണ്. ഇതും 10 മാർക്സിൻ്റെ എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 8 സ്റ്റെപ്പ് ആണുള്ളത്. ഇതേ ഓർഡറിലുള്ള 8 സ്റ്റെപ്പ്. ഇത് പല ബുക്കിലും പല രീതിയിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. ചില ടെക്സ്റ്റ് ബുക്കിൽ 6-7 സ്റ്റെപ്സേ കാണുള്ളൂ. വേറെ ചില ടെക്സ്റ്റ് ബുക്കിൽ ഇതിൽ കൂടുതൽ സ്റ്റെപ്സ് ഉണ്ടാവും. എന്നാലും ഈ ഒരു ലോജിക്കായിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. അതായത് ഡിഫൈനിങ് ദ പ്രോബ്ലം എന്ന സ്റ്റെപ്പിലായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രിപ്പറേഷൻ ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച് റിപ്പോർട്ട് എന്ന സ്റ്റെപ്പിലായിരിക്കും അത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് റിസർച്ച് പ്രോസസ് ഞാനിവിടെ പറയുന്നതിൽ 8 സ്റ്റെപ്പ് ഉള്ള ഒരു രീതിയാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതേ സംഭവം തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ വേണമെങ്കിൽ ഈ ഒരു രൂപത്തിലൊക്കെ വരച്ച് കാണിക്കാം. ഇങ്ങനെ 8 സ്റ്റെപ്പ് ഇതേ ഓർഡറിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ് ഈ മാർക്കറ്റിംഗ് റിസർച്ച് പ്രോസസ് എന്ന നമ്മുടെ ഈ മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ മാർക്കറ്റിംഗ് റിസർച്ച് പ്രോസസ്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്. എങ്ങനെയാണ് ഒരു മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്ന ആ സ്റ്റഡി, ആ വർക്ക് കണ്ടക്ട് ചെയ്യുന്നത് എന്നതാണ് ഇതിൽ പറയുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച്. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈനിങ് ദ പ്രോബ്ലം. ഡിഫൈനിങ് ദ പ്രോബ്ലം എന്ന് പറയുമ്പോൾ മേ ബി ഒരു പ്രോഡക്റ്റിന് സെയിൽസ് കുറവാണ്. ആ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നത് മാർക്കറ്റ് റിസർച്ച് നടത്തിയാണ്, മാർക്കറ്റിംഗ് റിസർച്ച് കണ്ടക്ട് ചെയ്തതാണ്. അപ്പം ഈ പറഞ്ഞതിൽ ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ സെയിൽസ്, പ്രോഡക്റ്റിന് സെയിൽസ് കുറവ് എന്നതാണ് ഒരു പ്രോബ്ലം. അല്ലെങ്കിൽ അടുത്ത ഒരു സിനാരിയോ, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കമ്പനി. എവിടെ ലോഞ്ച് ചെയ്യണം എന്ന് തീരുമാനിക്കണം. അതായത് ഏത് ലൊക്കേഷനിൽ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ കേരളത്തിൽ ലോഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ലോഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ രാജസ്ഥാനിൽ ലോഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡൽഹിയിൽ ലോഞ്ച് ചെയ്യാം. ഏത് ലൊക്കേഷനിൽ ലോഞ്ച് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യണം. അപ്പം അതിനുവേണ്ടി മാർക്കറ്റിനെ പറ്റി സ്റ്റഡി നടത്താം. എന്നിട്ടായിരിക്കും അവർ ഡിസൈഡ് ചെയ്യുന്നത് ഏത് ലൊക്കേഷനിൽ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ഏത് സെഗ്മെന്റിൽ ആ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണമെന്ന്. അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്തെടുക്കണം. ഒരു പ്രോഡക്റ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നൊരു അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കാനായിട്ട് മാർക്കറ്റ് റിസർച്ച് നമുക്ക് നടത്താം. അപ്പൊ ഇതൊക്കെയാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രോബ്ലം സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി, മാർക്കറ്റ് റിസർച്ച് നടത്തി കണ്ടെത്താൻ വേണ്ടിയുള്ള ആ പ്രോബ്ലത്തിനെയാണ് ഇവിടെ നമ്മൾ ഡിഫൈനിങ് ദ പ്രോബ്ലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡിഫൈനിങ് ദ പ്രോബ്ലം, ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്ന ഈ ക്യാമ്പയിൻ തന്നെ നടത്തുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, ഡിഫൈനിങ് ദ പ്രോബ്ലം. രണ്ടാമത്തത് ഡിറ്റർമിനിങ് ദ ഇൻഫർമേഷൻ നീഡഡ്. അതായത് എന്തൊക്കെ ഡാറ്റയാണ് കളക്ട് ചെയ്യേണ്ടത്, എവിടെ നിന്നൊക്കെ ആ ഡാറ്റ കളക്ട് ചെയ്യണം, ഇനി ഫർദർ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഈ മാർക്കറ്റിംഗ് റിസർച്ച് പ്രോബ്ലം എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട് എന്നതിനെ പറ്റി ഒരു ഓവറോൾ വ്യൂ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ രണ്ടാമത്തെ സ്റ്റേജിലാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രോഡക്റ്റിന്റെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സ്റ്റഡിയും, ഒരു പ്രോഡക്റ്റ് എവിടെ ലോഞ്ച് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി ചെയ്യുന്ന സ്റ്റഡിയും, ഒരു പ്രോഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജി എങ്ങനെയാണ് എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സ്റ്റഡി, ഇതെല്ലാം ഡിഫറെന്റ് സ്റ്റഡീസ് ആണ്. ഓരോന്നിനും ഓരോ രീതിയിലാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഓരോ രീതിയിലാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതും അനാലിസിസ് നടത്തുന്നതും അതിന്റെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതും. ബാക്കി ഇത് ഫോളോ ചെയ്യുന്ന ഈ മാർക്കറ്റ് റിസർച്ച് അതിൽ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ് എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ പറഞ്ഞ 3 പ്രോബ്ലത്തിന്. അപ്പം അതായത് ഓരോ പ്രോബ്ലം അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ ഈ മാർക്കറ്റ് റിസർച്ച് നടത്തുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കിയുള്ള ഫോളോയിങ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ഈ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ്, ഡിറ്റർമിനിങ് ദ ഇൻഫർമേഷൻ നീഡഡ്. എവിടെ നിന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാം, ഇനി ആ ഡാറ്റ വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഫർദർ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ രണ്ടാമത്തെ സ്റ്റേജിലാണ്. മൂന്നാമെന്ന് പറയുന്നത് ഡിറ്റർമിനിങ് ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അതായത് എവിടെ നിന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാം, ആരെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാം. ഇത് ഡിസൈഡ് ചെയ്യുന്നതും എന്ത് പ്രോബ്ലം ആണോ ഡിഫൈൻ ചെയ്ത് അതിനെ ബേസ് ചെയ്താണ്. ഇപ്പം ഡാറ്റ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഡാറ്റ എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാമെന്ന്. അതായത് വേണമെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെയും ഡാറ്റ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ പീപ്പിൾ, കസ്റ്റമർ തന്നെ ആവണമെന്നില്ല, നോർമൽ പീപ്പിളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ റീറ്റെയിൽ സ്റ്റോഴ്സിലുള്ള ഷോപ്പ് കീപ്പറിൻ്റെ നിന്നോ അല്ലെങ്കിൽ അവിടുത്തെ സെയിൽസ്മാനിൽ നിന്നോ വേണമെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സെഗ്മെന്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്, ഇപ്പം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അതായത് സർവേ നടത്തുന്നത് കുട്ടികളുടെ ഇടയിലായിരിക്കും. അപ്പോൾ അതാണ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, എവിടെ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. നമ്മുടെ ഈ റിസർച്ച് നടത്താനായിട്ട്
ആ കമ്പനി തന്നെ അല്ലെങ്കിൽ കമ്പനി ഏർപ്പാടാക്കുന്ന ഏജൻസി തന്നെ ഡയറക്റ്റ് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നെങ്കിൽ അതിനെ ഡയറക്റ്റ് ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ പ്രൈമറി സോഴ്സ് ഓഫ് ഡാറ്റ എന്നൊക്കെ പറയും. പ്രൈമറി സോഴ്സ് അല്ലെങ്കിൽ ഡയറക്റ്റ്. അതേസമയം മറ്റൊരു കമ്പനി ആൾറെഡി കളക്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഡാറ്റ ആണെങ്കിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ആൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനിൽ നിന്ന് ഡാറ്റ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ എടുക്കുകയാണെങ്കിൽ അതിനെ സെക്കൻഡറി സോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡറി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി. സാധാരണ മിക്ക ടെക്സ്റ്റ് ബുക്കിലും പറയുന്നത് പ്രൈമറി സോഴ്സ് ഓഫ് ഡാറ്റ, സെക്കൻഡറി സോഴ്സ് ഓഫ് ഡാറ്റ എന്നീ രണ്ട് രീതിയാണ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. പ്രൈമറി സോഴ്സ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ആ കമ്പനി തന്നെ നേരിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക അവരുടെ സ്റ്റഡിക്ക് വേണ്ടി. സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ മറ്റാരെങ്കിലും കളക്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഡാറ്റയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഡാറ്റ മാത്രമായിട്ട് കളക്ട് ചെയ്യുക. അതിന് സെക്കൻഡറി ഡാറ്റ എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് രീതിയാണ് ഈ സോഴ്സ് ഓഫ് ഇൻഫർമേഷനിലുള്ളത്. അടുത്ത നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ ആണ്. എങ്ങനെയൊക്കെ നമുക്ക് വേണ്ട ഡാറ്റ കളക്ട് ചെയ്യാം. ആദ്യം ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യും. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും. ആ ക്വസ്റ്റ്യനെയർ വേണമെങ്കിൽ ഹാർഡ് കോപ്പി തന്നെ മറ്റുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കാം. എന്നിട്ട് അവരെ കൊണ്ട് ഫില്ല് ചെയ്ത് വാങ്ങിപ്പിക്കാം. അല്ലെങ്കിൽ മെയിൽ അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ ഫോറംസിൽ ആ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിട്ട് ലിങ്ക് അയച്ചു കൊടുക്കുകയോ ലിങ്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയോ അങ്ങനെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ ടെലിഫോൺ വിളിച്ച് കസ്റ്റമേഴ്സിനോട് ഒപ്പീനിയൻ ചോദിച്ച് അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യാം. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് ഈ ഡാറ്റ കളക്ഷന് വേണ്ടി. ഡാറ്റ ഫിസിക്കൽ ക്വസ്റ്റ്യനെയർ കൊടുത്തും അല്ലെങ്കിൽ ഓൺലൈൻ സോഫ്റ്റ് കോപ്പി കൊടുത്തും നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണോ എന്ത് പ്രോബ്ലത്തിനാണോ ഈ റിസർച്ച് നടത്തുന്നത്, അതിൻ്റെ ഇൻഫോർമേഷൻ്റെ സോഴ്സ് എങ്ങനെയാണ്, എന്ത് കൈൻഡ് ഓഫ് ഡാറ്റയാണ് കളക്ട് ചെയ്യേണ്ടത്, അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ കുട്ടികളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതി ആയിരിക്കത്തില്ല ഇപ്പം കടയിലെ സെയിൽസ്മാനിൽ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. രണ്ടിനും രണ്ട് രീതിയായിരിക്കും, രണ്ട് അപ്രോച്ച് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ക്വസ്റ്റ്യനെയറിൻ്റെ പ്രിപ്പറേഷനും അങ്ങനെയൊക്കെ ആയിരിക്കും. ഹൈപ്പോത്തസിസ് ഒക്കെ ഉണ്ടാക്കിയാണ് ക്വസ്റ്റ്യനെയറിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇതാണ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജ്. ഈ കളക്ട് ചെയ്യുന്ന ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുന്ന സ്റ്റേജാണ് അഞ്ചാമത് വരുന്നത്. നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുമ്പോൾ ചിലപ്പം ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ ടിക്ക് ചെയ്യുന്നത് ഇപ്പോൾ എക്സലന്റ്, ഗുഡ്, ആവറേജ്, ബിലോ ആവറേജ്, പൂർ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ വെരി ഗുഡ്, ഗുഡ്, ആവറേജ് എന്ന വേർഡ്സ് ഒന്നും ഉപയോഗിച്ച് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ ഒക്കത്തില്ല. ഈ കളക്ട് ചെയ്യുന്ന ഡാറ്റയെ എന്തെങ്കിലും ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ എക്സലന്റിന് 5 എന്ന് കൊടുക്കാം, പൂവറിന് 1 എന്ന് കൊടുക്കാം. അങ്ങനെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയെ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യും. അതായത് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസ് ഉണ്ട് ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്യാനായിട്ട്. ആ സോഫ്റ്റ്വെയർസിലോട്ട് നമ്മൾ ഈ കളക്ട് ചെയ്ത ഡാറ്റയെ ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യും. എന്നിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്താൻ വേണ്ടി നമ്മൾ ആ ഡാറ്റയെ കൺവേർട്ട് ചെയ്യും. സോഫ്റ്റ്വെയർ മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടാനുള്ള രീതിയിലേക്ക് ആ ഫോമിലോട്ട് നമ്മൾ ഈ കളക്ട് ചെയ്ത ഡാറ്റയെ കൺവേർട്ട് ചെയ്യും. ആ കൺവേർട്ട് ചെയ്യുന്ന സ്റ്റേജിനെയാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഈ കൺവേർട്ട് ചെയ്ത ആ ഡാറ്റയെ അനലൈസ് ചെയ്യുന്നുവെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് SPSS പോലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് അതിനെ അനാലിസിസ് നടത്തുകയാണെങ്കിൽ പല പല ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടക്ട് ചെയ്യുന്നതിനാണ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ കളക്ട് ചെയ്യുന്ന ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് യൂസബിൾ ഫോമിലോട്ടാക്കും. എന്നിട്ട് അതിനെ അനാലിസിസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് അതിൽ നിന്ന് റിസൾട്ടായിട്ട് കിട്ടും. ആ കിട്ടുന്ന റിസൾട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന, അതായത് ആ റിസൾട്ടിൽ നിന്ന് ഫൈൻഡിങ്സ് കണ്ടെത്തുന്നതിനെയാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഫൈൻഡിങ്സ്. ഈ ഡാറ്റ അനാലിസിസ് സോഫ്റ്റ്വെയർസിൽ നിന്നും മറ്റും കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യണം. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ വാല്യൂസും മറ്റും ആയിരിക്കും. അതിനെ പ്രൊഫഷണൽ ആൾക്കാർക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്ത് പല ഫൈൻഡിങ്സും സജഷൻസും റെക്കമെൻഡേഷൻസും ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ്. ഈ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു കമ്പനി നേരിട്ടായിരിക്കത്തില്ല ചെയ്യുന്നത്. അതിന് പ്രൊഫഷണൽ ഏജൻസീസ് ഉണ്ട് അത് കണ്ടക്ട് ചെയ്യാനായിട്ട്. അവിടുത്തെ ആൾക്കാരായിരിക്കും, അവിടുത്തെ പ്രൊഫഷണൽസ് ആയിരിക്കും ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഇന്റർപ്രിട്ടേഷൻ, ഡാറ്റ അനാലിസിസിന്റെ റിസൾട്ട് എടുത്ത് അതിന്റെ ഫൈൻഡിങ്സ് എല്ലാം കണ്ടെത്തുന്നതും അങ്ങനത്തെ പ്രൊഫഷണൽസ് ആയിരിക്കും. അപ്പോൾ അതാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫൈൻഡിങ്സ്. ഈ ഡാറ്റ അനാലിസിസിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ്. അതിൽ നിന്ന് ഓരോ കാര്യങ്ങൾ കണ്ടെത്തുന്നതാണ് ഈ 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് 8ാമത്തെ, അതായത് അവസാനത്തെ സ്റ്റെപ്പ്, പ്രിപ്പറേഷൻ ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച് റിപ്പോർട്ട്. ഈ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫൈൻഡിങ്സ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽസ് ആണ് ചെയ്യുന്നത്. അത് അവർക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. മാനേജറിനുള്ള ആൾക്കാർക്ക് അത് നേരെ മനസ്സിലാവണമെന്നില്ല. ഈ മാനേജറിനുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും.
ആ റിപ്പോർട്ടിൽ ഇൻട്രൊഡക്ഷൻ കാണും, എങ്ങനെയാണ് സ്റ്റഡി കണ്ടക്ട് ചെയ്തതെന്നും സാമ്പിൾ സൈസ് എങ്ങനെയാണെന്ന്, ആരിൽ നിന്നൊക്കെയാണ് ഡാറ്റ കളക്ട് ചെയ്തതെന്നും അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അനാലിസിസ് ചെയ്തതെന്നും അതിൽ നിന്നുള്ള ഫൈൻഡിങ്സും സജഷൻസും റെക്കമെൻഡേഷൻസും എന്തൊക്കെയാണെന്നും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ ഒരു ഫോമലായിട്ട് ഒരു റിപ്പോർട്ട് അവർ പ്രിപ്പയർ ചെയ്തെടുക്കും. എന്നിട്ട് അതിനെയാണ് മാനേജറിന് സബ്മിറ്റ് ചെയ്യുന്നത്. ഈ മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ഏജൻസീസ് ഈ മാർക്കറ്റ് റിസർച്ച് റിപ്പോർട്ടാണ് പ്രിപ്പയർ ചെയ്ത് മാനേജറിന് സബ്മിറ്റ് ചെയ്യുന്നത്. മാനേജ്മെന്റ് അത് വായിച്ചു നോക്കിയിട്ട് അതിലുള്ള മുഴുവൻ റെക്കമെൻഡേഷൻസും അതുപോലെ പ്രാവർത്തികമാക്കത്തില്ല. പ്രാക്ടിക്കലാക്കാൻ പറ്റാത്ത ഒരുപാട് ഫൈൻഡിങ്സും സജഷൻസും ഒക്കെ അതിൽ കാണും. വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മാത്രമേ ഈ മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യത്തുള്ളൂ. അത് മാനേജ്മെന്റിന്റെ കോളാണ്. പക്ഷേ ഈ മാർക്കറ്റ് റിസർച്ച് റിപ്പോർട്ടിൽ അവർ കളക്ട് ചെയ്ത ഡാറ്റയെ പറ്റിയും അതിൽ നിന്നുള്ള അനാലിസിസ് നടത്തി അതിൽ നിന്നുള്ള ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്നും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ വലിയ ടെക്നിക്കൽ നോളജ് ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും മാനേജറിൽ ഇരിക്കുന്നത്. അപ്പം വലിയ കൂടിയ വളരെ മനസ്സിലാവുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യും. അതാണ് അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഈ മാർക്കറ്റ് റിസർച്ച് പ്രോസസ്സ് സ്റ്റെപ്പിന് ഇങ്ങനെ 8 സ്റ്റെപ്സ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത ഒരു രീതിയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. വേറെ ടെക്സ്റ്റ് ബുക്കിൽ വേറെ ഒരു 5-6 സ്റ്റെപ്സ് ആയിരിക്കും. എന്നാലും അതിൻ്റെ ലോജിക് എന്ന് പറയുന്നത് ഈ ഒരു രൂപത്തിൽ തന്നെ ആയിരിക്കും. നിങ്ങൾ എക്സാമിന് ഈ സ്റ്റെപ്സ് ഓരോന്ന് എഴുതി അത് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് പറ്റുമെങ്കിൽ ഇങ്ങനെ ബ്ലോക്ക് ഡയഗ്രാം കൂടെ വരച്ചു വയ്ക്കുക. അപ്പോൾ ഇതാണ് മാർക്കറ്റിംഗ് റിസർച്ച് പ്രോസസ്സ്. താങ്ക് യു.